നമുക്ക് മലയാളികൾക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു അബദ്ധം ഞാൻ പറയാം. അതായത് ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക. അത് മലയാളികളുടെ ഒരു പൊതു നിലപാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ആരോഗ്യത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുക. അതുവരെ തോന്നുന്ന രീതിയിൽ നമ്മൾ ജീവിക്കും, തോന്നുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കും, തോന്നുന്ന ഭക്ഷണങ്ങൾ കഴിക്കും, തോന്നുന്ന സമയത്ത് കഴിക്കും, അതുപോലെ തോന്നുന്ന രീതിയിൽ ഉറങ്ങും, തോന്നുന്ന എന്തൊക്കെയോ കാട്ടിക്കൂടി ജീവിക്കും. എന്നിട്ടൊരു 30, 32, 40, 45 വയസ്സാകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള അസുഖങ്ങൾ വരും. പിന്നെ രാവിലെ എല്ലാവരും ഇങ്ങനെ രാവിലെ നടക്കാനും ഓടാനും അതേപോലെ തന്നെ മെക്സവന് ഒരുപാട് ഐറ്റംസ് എല്ലാത്തിലും ഉണ്ടാവും. എന്നാൽ ഒന്നോട്ട് കണ്ടിന്യൂ ചെയ്യുകയില്ല. അത് കുറച്ചൊരു സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത അത് ശരിക്കും മലയാളിയുടെ ഒരു ഹാബിറ്റാണിത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗം വന്നു, ആ രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പോൾ ഡോക്ടേഴ്സ് മരുന്നൊക്കെ തന്നു. ആ മരുന്ന് ശ്രദ്ധിക്കേണ്ട പറയുന്ന പോലെ ആ മരുന്ന് തന്നു. ആ മരുന്ന് തരുമ്പോൾ കുറച്ച് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് അസുഖം മാറി. എന്നിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഏതൊരു ശൈലിയിൽ ജീവിച്ചത് കൊണ്ടാണ് ഈ രോഗം എന്ന് മനസ്സിലാക്കി ആ ശൈലി ഒഴിവാക്കണ്ടേ? അല്ലെങ്കിൽ ഇതേ രോഗം കൂടുതൽ സ്ട്രോങ്ങിൽ പിന്നെയും വരില്ലേ? അത് മലയാളി ചിന്തിക്കൂല. മലയാളിക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ജീവിത ശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളെക്കുറിച്ച് അറിവുണ്ടോയെന്ന് വെച്ചാൽ അറിവുണ്ട്. മലയാളിക്ക് അറിയാത്തൊന്നുമില്ല.